All the best, Chechi, for your happy retirement life. ചേച്ചി 2010 മുതൽ ചേച്ചിയോട് വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞു. ചേച്ചിയെ പോലുള്ള നല്ലൊരു ബെസ്റ്റ് ലീഡറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ ഐ ആം സോ പ്രൗഡ്. എൻ്റെ എല്ലാ ദുഃഖത്തിലും സന്തോഷത്തിലും ഒക്കെ ചേച്ചി കൂടെ ഉണ്ടായിരുന്നു. നല്ല സപ്പോർട്ടീവായിട്ട്, നല്ല ഒരു ഫ്രണ്ടായിട്ട്, നല്ലൊരു കൊളീഗായിട്ട് ചേച്ചി കൂടെ നിന്നു. ചേച്ചിയെ ഞങ്ങൾക്ക് എല്ലാവർക്കും മിസ് ചെയ്യും. റിയലി ചേച്ചി കൂടെ പോയാലും ദൈവം ചേച്ചിയെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം. ഹായ് ചേച്ചി. ശ്രീലേഖ ചേച്ചിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആസ് ആൻ ഇൻചാർജ് എന്ന നിലയ്ക്ക് ചേച്ചി ഭയങ്കര അപ്രോച്ചബിൾ ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അല്ലാതെ തന്നെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് പോലും നമുക്ക് ആർക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും നമ്മളൊന്ന് വിളിച്ചാൽ ആദ്യം ഓടിയെത്തുന്നത് ശ്രീലേഖ ചേച്ചിയാണ്. അത്ര സ്നേഹവും സപ്പോർട്ടും എല്ലാം ഉള്ളൊരു നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് ചേച്ചി. ഞാനിപ്പോൾ ക്ലിനിക്കിൽ നിന്ന് പോന്നിട്ട് 2-2.5 വർഷമായെങ്കിൽ പോലും ഇപ്പോഴും എൻ്റെ മനസ്സ് സ്റ്റിൽ ഫഹദ് അൽ അഹമ്മദ് തന്നെയാണ്. ചേച്ചിയായിരുന്നു ആ ക്ലിനിക്കിൻ്റെ ഒരു നെടുന്തൂണെന്ന് തന്നെ പറയാം. അതുപോലെ നമ്മൾ ഒരു ഫഹദ് അൽ അഹമ്മദ് ഫാമിലി ആയിട്ടാണ് നമ്മളവിടെ അത് കണക്കാക്കിയിരുന്നത്. അപ്പം ഇപ്പം ചേച്ചി അവിടെ നിന്ന് പോവുകയാണെന്ന് പറയുമ്പം എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ഈവൻ അവിടെ ഇല്ലെങ്കിൽ പോലും എനിക്കതൊരു ഭയങ്കര സങ്കടമാണ്. എനിവേ, ബെസ്റ്റ് ഓഫ് ലക്ക് ചേച്ചി. ഹായ് ശ്രീലേഖ ചേച്ചി. 2014 മുതൽ ഒരു ഇൻചാർജിനേക്കാൾ ഉപരി ഒരു കൂടപ്പുറപ്പിനെ പോലെ കൂടെ കട്ടയ്ക്ക് നിന്ന് ചേച്ചിയെ ഒരിക്കലും മറക്കില്ല കേട്ടോ. ചേച്ചി ഒത്തിരി ഫിസിക്കലി ആൻഡ് മെന്റലി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ഒത്തിരി നന്ദി. ചേച്ചിനെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ചേച്ചിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ചേച്ചി. ഗോഡ് ബ്ലെസ് യുവർ ഫാമിലി. മിസ് യു സോ മച്ച്. ലവ് യു. ശ്രീലേഖ ചേച്ചി പോവല്ലേ? ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ശ്രീലേഖ ചേച്ചിയെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവുമല്ലോ. പക്ഷെ എന്താണ് ക്ലിയറായിട്ട് പറയേണ്ടതെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. എങ്കിലും ചേച്ചി ഞാൻ അവിടെ ക്ലിനിക്ക് വന്ന കാലം മുതൽ പോരുന്നവരെയുള്ള ചേച്ചിയെ പറ്റി ഓർക്കുമ്പോൾ അന്നും ഒരേ സ്നേഹം, എല്ലാവരോടും അതെ, ആരോടും പാർഷ്യാലിറ്റിയോ ഒന്നുമില്ലാതെ എല്ലാം ശരിയാകും. ഒരു പോസിറ്റിവിറ്റി, ആ ഒരു വൈബ് ശരിക്കും ഒരു ഓറ ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറയത്തില്ല. അപ്പോൾ അതുപോലെയാണ് എനിക്ക് ചേച്ചിയെ തോന്നാറ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു സൊല്യൂഷനുണ്ട്, ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ശരിക്കും അത് തന്നെയാണ് ചേച്ചിയോട് എല്ലാവർക്കും ഉള്ള ഒരു ഇഷ്ടം. എത്ര വലിയ പ്രതിസന്ധി എന്തിതാണേലും എല്ലായിടത്തും സ്റ്റേബിളായിട്ട് നിൽക്കുക, അതൊരു വലിയൊരു ഒരു കഴിവാണ്. അത് വളരെ റെയറായിട്ട് കാണാൻ പറ്റുന്നൊരു കഴിവാണ്. അപ്പം ചേച്ചി പോകുമ്പം എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. കീപ്പ് ഇൻ ടച്ച് എന്നൊക്കെ പറയണമെന്നുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിലൊരു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അത് എപ്പോഴും ഉണ്ടത്. കാരണം ഫാദർ ഒന്നുമായിട്ട് ഇപ്പം ഞാൻ അവിടെ നിന്ന് പോകുന്നെങ്കിലും ഞാൻ അവിടെയുള്ള ആൾക്കാരുമായിട്ട് ഇപ്പം ആക്റ്റീവായിട്ട് എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എങ്കിലും എനിക്കറിയാം ഒരു ഉള്ളിലുള്ള ഒരു കണക്ഷൻ അത് എപ്പോഴും ഉണ്ട്, അതെപ്പോഴും ഉണ്ടാകും. എസ്പെഷ്യലി അത് ചേച്ചി നമുക്കറിയാം എന്താണ് ചേച്ചി ചിന്തിക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. ചേച്ചിയുടെ ആ ഒരു വിളി, പ്രത്യേകിച്ച് ജിനോക്കുട്ടൻ പോന്നപ്പോൾ മുതലുള്ള ആ ഒരു വിളി, ഒരുമിച്ചുള്ള ആ ഒരു ബ്രേക്ക് പോകല്, ചായ കുടി, ഒത്തിരി എൻജോയ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. പിന്നെ റിട്ടയർ ചെയ്യുമ്പം എനിക്കൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അസൂയ ചേച്ചിയോട്. എന്ന് പറഞ്ഞാൽ എത്ര നേരത്തെ സെറ്റിലായി ആരോഗ്യത്തോടുകൂടി നാട്ടിൽ പോയിട്ട് സെറ്റിൽ ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ചേച്ചിക്ക് എല്ലാ വിധത്തിലുള്ള ആയുസ്, ആരോഗ്യ, സമ്പൽ സമൃദ്ധി എല്ലാം നേരുന്നു. ഇതൊക്കെ നേർന്നില്ലേലും ഉണ്ടെന്നറിയാം, എങ്കിലും ഓക്കെ. അപ്പോൾ
ചേച്ചിയുടെ മനസ്സിലുണ്ടാകും എന്നോർത്തുകൊണ്ട് ബൈ. ഗുഡ് ഈവനിങ് ഉണ്ണിയേട്ട, ശ്രീലയ ചേച്ചി. എന്ത് പറയണമെന്ന് റിയലി അറിയത്തില്ല. എന്നാലും ജീവിതത്തിന്റെ അടുത്തൊരു സ്റ്റെപ്പിലോട്ട് കയറുന്ന ഉണ്ണിയേട്ടനും ശ്രീലയ ചേച്ചിക്കും എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ റിട്ടയർമെന്റ് ലൈഫ്. നാട്ടിൽ പോവാണല്ലോ, അടിച്ചു പൊളിക്കണം, കാഴ്ചകൾ കാണണം, നന്നായിട്ട് എൻജോയ് ചെയ്യുക. അതേസമയം തന്നെ ഹെൽത്തിനെയും കൂടി ശ്രദ്ധിക്കുക. അച്ഛനോടുകൂടെ ഇനിയുള്ള കാലങ്ങളെല്ലാം അവിടെ ഇവിടെയൊക്കെ കറങ്ങുക. എൻ്റെ ഉള്ളിലൊരു ആശയമുണ്ട്, നിങ്ങൾ ഡെഫിനറ്റ്ലി UK വരുമെന്നും ഞങ്ങളുടെ അടുത്ത് സ്റ്റേ ചെയ്യുമെന്നുള്ളത്. അത് ഡെഫിനറ്റായിട്ട് നടക്കും. പിന്നെ അല്ലെങ്കിൽ നാട്ടിൽ വരുമ്പം നമ്മൾ ഒരുമിച്ച് കാണാം, ഡെഫിനറ്റായിട്ടും വന്ന് മീറ്റ് ചെയ്യും. നമ്മൾ താമസിക്കുന്ന അത്ര ദൂരത്തൊന്നുമല്ല. അപ്പം ആ വഴി പാസ് ചെയ്യുമ്പോഴായാലും എപ്പോഴായാലും വന്ന് കാണാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അത് സാധിക്കും. ഞാനും ചേച്ചിയും ഉണ്ണിയേട്ടനും ആയിട്ടുള്ള ഒരു കുടുംബ ബന്ധം ഒരു 2.5-3 years ഉള്ളൂ. എന്നിരുന്നാലും അതൊരു മോർ ദാൻ ഒരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് പോലെയാണ് എനിക്ക് വിശേഷിപ്പിക്കാനുള്ളത്. കാരണം പല കാര്യങ്ങളിൽ ഡൗൺ ആയപ്പോഴും ഉപദേശിക്കാനും ഒരു ഗൈഡൻസ് തരാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഡ്വൈസ് തരാനാണെങ്കിലും ആ ഒരു സ്ഥാനത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീലയ ചേച്ചി. അതുപോലെ തന്നെ ഉണ്ണിയേട്ടൻ്റെ ക്യാരക്ടർ, ഇത്ര പാവപ്പെട്ട ഒരു മനുഷ്യൻ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. എനിക്ക് പേഴ്സണലി ഉണ്ണിയേട്ടനെ ശ്രീലയ ചേച്ചിയുടെ ഹസ്ബൻഡായിട്ടും അറിയാം. എൻ്റെ ഒരു കസിൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു കോവർക്കറുമായിട്ട് എനിക്ക് സ്പെസിഫിക്കലി അറിയാം. അപ്പം അവിടുന്നുള്ള ഒരു എന്താ പറയുന്ന ഒരു കാര്യങ്ങൾ എനിക്ക് ഏകദേശം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പം എല്ലാ കാഴ്ചപ്പാടും കൂടി കാണുമ്പോഴും കേൾക്കുമ്പോഴും ഇതുപോലെ ഒരു തങ്കപ്പെട്ട മനുഷ്യൻ വേറെ കാണത്തില്ല. ചേച്ചി, യു ആർ റിയലി ബ്ലെസ്ഡ്, ഉണ്ണിയേട്ടൻ കൂടെ ഉള്ളത്. പിന്നെ അച്ഛൻ്റെ കൂടെ പോയി ഇനിയുള്ള ലൈഫെല്ലാം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അതെല്ലാം ഇതിലുള്ള ഓരോ വ്യക്തികളും ചേച്ചിയെ റിയലി മിസ് ചെയ്യും. കാരണം ആ ഒരു സ്റ്റാഫുമായിട്ടുള്ള ഒരു ബോണ്ടിങ് ഒരിക്കലും നികത്താൻ പറ്റാത്തതാ. ചേച്ചിയുടെ ആ ഒരു വിടവ് അത് ആർക്കും ഇമ്പോസിബിളാണ് അത്. പിന്നെ ചേച്ചിയുടെ കുറേ നല്ല ഗുണങ്ങളുണ്ട്, അത് ആർക്കും അറിയാത്തതും. ആ കോവിഡിന്റെ സമയത്ത് പല രീതിയിലും പലരെ സഹായിക്കാനും, പൈസ ഇല്ലാത്തവർക്ക് പൈസയായിട്ടും സാധനങ്ങളായിട്ടും അരിയും മറ്റും ഭക്ഷണം ഇല്ലാതെ ഓരോരുത്തർ ഇപ്പോഴും ആലോചിക്കുമ്പോൾ മെഹബുള്ളയിലും അബ്ബാസിലൊക്കെ ഒത്തിരി പേര് ഒറ്റപ്പെട്ടു പോയപ്പം എനിക്ക് വരുന്ന പല ഫോൺ കോളുകളും ഞാൻ ചേച്ചിയോട് പറയുമ്പം ചേച്ചി അതിനെ ഡീൽ ചെയ്തിട്ടുണ്ട്. മെഡിസിനായിട്ടും നമ്മുടെ ക്ലിനിക്കിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഒരു മെഡിസിൻ കിട്ടത്തില്ലെന്ന് പറഞ്ഞ് ഓടിപ്പോയി ഫാർമസി പറഞ്ഞ് ഞാനത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് മെഡിസിനായിട്ടും അരിഭക്ഷണ സാധനങ്ങളായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടും ചേച്ചി പലരെയും ആ സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ചേച്ചിയുടെ ആ കൈ കൊണ്ട് ഒരു ഗുണമുണ്ടായിട്ടുണ്ട്. അതൊക്കെ വലിയൊരു പോസിറ്റീവ് പോയിന്റ്. ഒരാൾ പോലും അവിടെ വന്നിട്ട് നമ്മുടെ സ്പെസിഫിക്കലി നമ്മുടെ ഏഷ്യക്കാരോ ആരെങ്കിലും ഒരാൾ അവിടെ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി വരുവാണെങ്കിൽ അവർക്ക് ഇൻ കേസ് ഒരു സിവിൽ ഐഡിയുടെ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഡോക്ടറെ കാണാനുള്ള ഒരു ബുദ്ധിമുട്ടോ എന്തെങ്കിലും വരുവാണെങ്കിൽ പോലും അതെല്ലാം സോർട്ട് ചെയ്ത് അവരെ ഡോക്ടറെ കാണിച്ച് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് എല്ലാം കൊടുത്ത് വിടുന്ന ഒരു ചേച്ചിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. റിയലി ഒരു റോൾ മോഡലായിട്ട് കാണേണ്ട ഒരു വ്യക്തിത്വമാണ്. എത്ര റിലാക്സ് ആയിട്ട് ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്നതും നമുക്ക് ഈസി ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി, സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്നതും ഫാദർലംദിൽ മാത്രമുള്ളായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അത്രയധികം അവിടുത്തെ നേറ്റീവായിട്ടുള്ള സ്റ്റാഫ് വന്ന് അവിടെ ജോയിൻ ചെയ്തത്. കാരണം അവർക്കെല്ലാം ഒരു കംഫർട്ടബിൾ സോണാണ്. അപ്പം നമ്മുടെ കാര്യം പറയണ്ടല്ലോ. എനിവേ വൺസ് അഗൈൻ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. എനിക്ക് ഇച്ചിരി ടൈമേ തന്നിട്ടുള്ളൂ. വീഡിയോ എടുക്കാൻ പറഞ്ഞ വ്യക്തി ഇതിനുവേണ്ടി എഫോർട്ട് ഇട്ട ഷെറിന് ഒത്തിരി നന്ദിയുണ്ട്. കാരണം ഒരു നല്ലൊരു ഫെയർവെൽ കൊടുക്കാൻ പറ്റി. എനിവേ ഓൾ ദി ബെസ്റ്റ്, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ് യു.